ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടി ഒരു സവാളയും ഒരു തക്കാളിയും ക്യൂബ്സായി കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, കറുവപ്പട്ട, സ്റ്റാർ, കുരുമുളക്, ജീരകം അത് ഒരു പാനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അരിഞ്ഞു വെച്ച സവാളയും തക്കാളിയും, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്യണം. അത് വേകുന്ന സമയത്തിനുള്ളിൽ ഗ്രേവി ഉണ്ടാക്കാനുള്ള സവാളയും തക്കാളിയും ഗാർലിക്കും അരിഞ്ഞെടുക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ പനീർ ക്യൂബ്സാക്കി കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് തക്കാളിയാണ് ഇതിനകത്തേക്ക് ഇടാനുള്ളത്. ആ സമയം കൊണ്ട് ഈ ഗ്രേവി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഒരു സൈഡിലായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ബട്ടർ ഇടണം. ബട്ടർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം നന്നായി വഴണ്ട് കഴിയുമ്പോൾ വെളുത്തുള്ളി, സവാള, പിന്നെ നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക. അത് കഴിയുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് വഴറ്റുക. തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ ഉണ്ടാക്കി വെച്ച ഗ്രേവി അതിനകത്തേക്ക് ഒഴിക്കാം. ഈ സമയത്ത് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് അത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പനീർ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് പനീർ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പനീർ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് പഞ്ചസാര അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ തിളയ്ക്കുന്നത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതിനുശേഷം ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറി റെഡി. ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെയോ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യും.